പരസ്യപ്രചാരണത്തിനായി ഇനി 7 നാൾ മാത്രം ശേഷിക്കെ ദേവികുളം മണ്ഡലത്തിൽ പ്രചാരണ ചൂടുയരുന്നു. CPI ജനറൽ സെക്രട്ടറി ഡി രാജ, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പ്രചരണാർത്ഥം മണ്ഡലത്തിലെത്തി. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്ര പാർലമെന്ററി കാര്യ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി L മുരുകൻ ഇന്ന് വട്ടവടയിലെത്തി. ബൈസൺവാലി അടിമാലി പഞ്ചായത്തുകളിലൂടെയായിരുന്നു UDF സ്ഥാനാർത്ഥി F രാജയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം. അടിമാലിയിൽ F രാജയുടെ റോഡ് ഷോയും നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിലേക്ക് അടുത്തപ്പോൾ ദേവികുളം മണ്ഡലത്തിൽ പ്രചാരണ ചൂടേറുകയാണ്. മുന്നണികൾ മൂന്നും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും പര്യടനവും ടോപ്പ് ഗിയറിലേക്ക് മാറ്റി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും വിലയേറിയതെന്ന് മുന്നണികൾ തിരിച്ചറിയുന്നു. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കേന്ദ്ര പാർലമെന്ററി കാര്യ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി L മുരുകൻ ഇന്ന് വട്ടവടയിലെത്തി. വട്ടവട മേഖലയിലെ കർഷകരോട് L മുരുകൻ S രാജേന്ദ്രനായി വോട്ട് അഭ്യർത്ഥിച്ചു. CPI ജനറൽ സെക്രട്ടറി ഡി രാജ, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പ്രചാരണാർത്ഥം മണ്ഡലത്തിലെത്തി. മൂന്നാറിൽ പൊതുയോഗത്തിൽ സംസാരിച്ച ഡി രാജ തോട്ടം തൊഴിലാളികളോട് എ രാജയ്ക്കായി വോട്ട് അഭ്യർത്ഥനയും നടത്തി. ബൈസൺവാലി അടിമാലി പഞ്ചായത്തുകളിലൂടെയായിരുന്നു UDF സ്ഥാനാർത്ഥി F രാജയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം. മുട്ടുകാട്ടിൽ നിന്നാരംഭിച്ച പര്യടനം 20ലധികം കേന്ദ്രങ്ങളിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച് അടിമാലിയിൽ സമാപിച്ചു. പര്യടന പരിപാടികളിൽ വിവിധ UDF നേതാക്കൾ സംസാരിച്ചു. മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതോടെ പരമാവധി വോട്ട് കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് മണ്ഡലത്തിലെ മുന്നണികൾ മൂന്നും. തികഞ്ഞ വിജയപ്രതീക്ഷ മൂന്ന് മുന്നണികളും വെച്ച് പുലർത്തുന്നു. സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിനൊപ്പം വിവിധയിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥനയുമായി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കളും സജീവമാണ്. ടൗണുകളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് പ്രചാരണ വാഹനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊഴുപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.